ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം പരീക്ഷയോടടുപ്പിച്ച് അനുബന്ധിച്ചുള്ളൊരു ക്ലാസ്സാണ്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. മെയിനായിട്ട് ഇന്ന് നമ്മൾ 5ാമത്തെ ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. അതിൽ ഇന്ന യൂണിറ്റ് ഒന്നുമില്ല, വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ നെക്സ്റ്റ് സെമ്മിലും ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ അതിൽ ഞാൻ കുറേ ഒഴിവാക്കി, നമുക്കിനി സമയമില്ല. ഈ ഒരു ബ്ലോക്കോട് കൂടിയിട്ട് ഞാൻ ഹിസ്റ്ററി നിർത്താണ് എൻ്റെ എക്സാം ബേസ്ഡ് ക്ലാസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അത്രയും ഇതിനെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കിനുള്ളതായി. ഞാൻ 2 വീഡിയോ മുന്നേ ചെയ്ത 2 ബ്ലോക്കുകളും 5ാമത്തെ ബ്ലോക്കും പിന്നെ 4 കൂടിയുണ്ട്. സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് 4 മാറ്റി നിർത്തിയിട്ടുള്ളത്. 6-നേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ വരെ 4-5 എന്നൊക്കെയാണ് വന്ന് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം, നമ്മൾ ശ്രദ്ധിക്കാം. ഹൗ ഡസ് ദ ബസ്നഗർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡോ ഗ്രീക്ക് കണക്ഷൻ ഓഫ് ദ സുങ്കാസ്? സുങ്കന്മാർക്ക് ഇൻഡോ ഗ്രീക്കുകാരുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് ബസ്നഗർ സ്തംഭലിഖിതം എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം. 5 മാർക്കിനാണ് അത് ചോദിക്കാറ് കേട്ടോ. നോക്കാം, ബസ്നഗറിൽ നിന്ന് കണ്ടെത്തിയ സ്തംഭലിഖിതത്തിൽ ഇൻഡോ ഗ്രീക്ക് ബന്ധം ആലേഖനം ചെയ്തിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദുമതത്തിൻ്റെ ഭാഗവത രൂപത്തോടുള്ള ഗ്രീക്ക് വിധേയത്വത്തെയാണത് കാണിക്കുന്നത്. ഭോപ്പാലിനടുത്തുള്ള പുരാതന വിദിശയിൽ കണ്ടെത്തിയ ബസ്നഗർ സ്തംഭലിഖിതം പ്രാകൃത ഭാഷയിലും ബ്രഹ്മി ലിപിയിലുമാണ് അതിൽ രേഖകളുള്ളത്. ഗ്രീക്ക് അംബാസഡറായ ഹെലിയോഡോറസിനെ കുറിച്ചുള്ള വിവരണമാണ് ഈ ലിഖിതത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപമുള്ള തക്ഷശിലയിലെ നിവാസിയായാണ് ഇത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അവസാനത്തെ സുംഗഭരണാധികാരികളിൽ ഒരാളായ ഭാഗഭദ്രൻ്റെ കൊട്ടാരത്തിലെ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായ ആൻറ്റി ആൽക്കിഡസിൻ്റെ ദൂതനായിട്ട് ഹെലിയോഡോറസ് ജോലി ചെയ്തു എന്നും അതിൽ പറയപ്പെടുന്നുണ്ട്. ഈ ലിഖിതത്തിൽ വാസുദേവ കൃഷ്ണ ഭഗവാന്റെ ഭക്തനായ ഒരു ഭാഗവതനായിട്ട് അദ്ദേഹം സ്വയം പ്രതിനിധീകരിക്കുന്നുമുണ്ട്. വാസുദേവ ദൈവത്തോടുള്ള ആദരസൂചകമായിട്ട് പിന്നെ അതുപോലെ ഗരുഡ സ്തംഭം നിർമ്മിച്ചതിലും അതുപോലെ ഹീലിയോഡോറസിന് വലിയ പ്രസിദ്ധിയുണ്ട് എന്ന് ലിഖിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലിഖിതത്തിൽ കാശിപുത്ര ഭദ്രനെ കുറിച്ച് പരാമർശമുണ്ട്. അഞ്ചാമത്തെ സുംഗഭരണാധികാരിയായ ഭദ്രകനോ അല്ലെങ്കിൽ 9ാമത്തെ സുംഗഭരണാധികാരിയായ ഭാഗവതനോ ആയിരിക്കാം അത് എന്നാണ് അതിൽ അനുമാനിക്കപ്പെടുന്നത്. ഗ്രീക്ക് അംബാസഡർമാരെ അവരുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്ത മൗര്യ ആചാരമാണ് സുംഗകൾ പിന്തുടർന്നത് എന്നും ലിഖിതത്തിൽ വിശദീകരിക്കുന്നത്. അത് മൗര്യന്മാരുടെ ഏകദേശം അതേ ആചാരങ്ങളൊക്കെ സുംഗന്മാരും പിന്തുടർന്നിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് നൽകുന്നത്. ഇനി ഡിസ്ക്രൈബ് ദ കോൺട്രിബ്യൂഷൻ of the Sungas to religion, art and architecture in detail. സുംഗ കാലഘട്ടത്തിലെ മതം, കല, വാസ്തുവിദ്യ എന്നീ മേഖലകളിലെ സംഭാവനകൾ വിശദമാക്കുക എന്നാണ് ആൻസർ. വിശ്വാസപ്രകാരം സുംഗകൾ ബ്രാഹ്മണരായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ആദ്യത്തെ ഭരണാധികാരി പുഷ്യമിത്ര സുംഗ അശ്വമേധ യജ്ഞം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുതിരകളുടെ യാഗങ്ങൾക്ക് പേരുകേട്ട ആളാണ്. രാജകീയ മഹത്വം കാണിക്കുന്ന ഒരു ദൈവിക ആചാരമാണ് ഈ യാഗം നടത്തുക എന്നുള്ളത്. പുഷ്യമിത്ര സുംഗൻ ഒരു തീവ്ര ബ്രാഹ്മണനായിരുന്നു എന്നാണ് പരിഗണിക്കുന്നത്. പുഷ്യമിത്രനെ ഒരു ബ്രാഹ്മണനും കുടുംബ പുരോഹിതനും ആയിട്ടാണ് താരാനാഥ് വിശേഷിപ്പിക്കുന്നത്. കാളിദാസന്റെ മാളവികാഗ്നിമിത്രവും പതഞ്ജലിയുടെ പുഷ്യമിത്ര അശ്വമേധയാഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. പുഷ്യമിത്രനെ ബുദ്ധമതക്കാരെ പീഡിപ്പിക്കുന്നവനായിട്ടും പല ലിഖിതങ്ങളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. സുംഗ കണ്വ കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന് ഒരു ചെറിയ തിരിച്ചടി നേരിടേണ്ടി വന്നു എന്നും അതിൽ ഒരു വസ്തുതയായിട്ട് കാണുന്നുണ്ട്. ഇനി കലയിലും വാസ്തുവിദ്യയിലും അവരുടെ സംഭാവന നോക്കാം. മൗര്യാനന്തര കലയുടെ സവിശേഷതകൾ മൗര്യകലയിൽ നിന്ന് വ്യത്യസ്തമാണ്. മൗര്യകാല കല എന്ന് പറയുന്നത് എന്താണ്, സാമൂഹികമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ മൗര്യാനന്തര കല കൊട്ടാരകലയും സാമ്രാജ്യത്വവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മൗര്യാനന്തര കല പ്രധാനമായിട്ടും ബുദ്ധ ചിത്രങ്ങളിലും ശില്പങ്ങളിലുമാണ് ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. സ്തൂപങ്ങൾ, വിഗ്രഹങ്ങൾ, വിഹാരങ്ങൾ എന്നിവയുടെ ഭാഗങ്ങളിൽ ഇത് കൊത്തിവെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത മധുര, ഗാന്ധാര എന്നീ കലാരൂപങ്ങൾ ബുദ്ധൻ്റെ പ്രതിമ പ്രദർശിപ്പിച്ചു എന്നതാണ്. ആനുപാതികമായ കൃത്യതയില്ലാത്ത വൃത്താകൃതിയിലും വലിപ്പത്തിലുമൊക്കെയുള്ള ശില്പങ്ങൾ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. അക്കാലത്ത് പല സ്തൂപങ്ങളും പുതുക്കി പണിതതായിട്ടും കാണുന്നുണ്ട്. സാഞ്ചിയിലെ സ്തൂപത്തിന് ഒരു വേദികയും അതുപോലെ 4 കവാടങ്ങളും ഓരോ ദിശയിലുമായിട്ട് ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ കലാവാസ്തുവിദ്യത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചാൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് അത്രയും ചോദ്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ, അതായത് 5ാമത്തെ
ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നിന്ന് കാര്യമായിട്ട് ചോദിക്കാനുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻസ് അതാണ്. ഇനി അതിലെ സെക്കൻഡ് യൂണിറ്റ് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ തീം ഓഫ് മിലിന്ദ പൻഹോ? മിലിന്ദ പൻഹ എന്ന പ്രമേയം എന്തായിരുന്നു? മിലിന്ദ പൻഹോ എന്ന ലിഖിതത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്നാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട നാഗസേനോടുള്ള മെനാൻഡറുടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളും പിന്നീടുള്ള ഉത്തരങ്ങളുടെയും ഒരു സമാഹാരമാണ് മിലിന്ദ പൻഹോ എന്ന് പറയുന്നത്. ഇത് മെനാൻഡറുടെ തലസ്ഥാനമായ സഗാലയുടെ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു വിവരണം കൂടി നൽകുന്നുണ്ട്. അതാണ് അതിൻ്റെ തീം അതിലുള്ള കേട്ടോ. ഇനി ഹൂ വർ ഇൻഡോ ഗ്രീക്സ് എന്ന ചോദ്യം കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടു. ആരാണ് ഇൻഡോ ഗ്രീക്കുകാർ? BC 2-ാം നൂറ്റാണ്ടിലും 1-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിനും ഇടയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ബാക്ട്രിയയിലെ ഗ്രീക്കുകാരായിരുന്നു ആര്? ഇൻഡോ ഗ്രീക്കുകാർ. ഓക്സസ് നദിയുടെ തെക്ക് ഹിന്ദുക്കുഷിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗവും അഫ്ഗാനിസ്ഥാൻ്റെ വടക്കൻ ഭാഗവും സ്ഥിതി ചെയ്യുന്ന ബാക്ട്രിയ അഥവാ ബാൾക്കിൻ്റെ ഭരണാധികാരികളായിരുന്നു ബാക്ട്രിയൻ അഥവാ ഇൻഡോ ഗ്രീക്കുകാർ എന്നാണ് കരുതപ്പെടുന്നത്. ഇനി ഡിസ്ക്രൈബ് മെനാൻഡേഴ്സ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മെനാൻഡറുടെ ഭരണം വിശദീകരിക്കുക എന്നാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഭരണം വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ കുറേ അധികം എഴുതാനൊന്നുമില്ല. 2 മാർക്കിനാണ്, അപ്പം അതിനനുസരിച്ച് മതി. BC 155 മെനാൻഡർ കിരീടം ധരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം ബാക്ട്രിയയുടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയുടെ ഭാഗങ്ങൾ ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം പഞ്ചാബിലെ സകാല ആയിരുന്നു. തലസ്ഥാനം ശക്തമായ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിരോധത്തോടെ നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. കെട്ടിടങ്ങൾ, പാർക്കുകൾ, പൂന്തോട്ടങ്ങൾ, ടാങ്കുകൾ എന്നിവ അടിസ്ഥാന സൗകര്യങ്ങളുടെ കൊണ്ട് വികസിപ്പിച്ച ഈ നഗരം വളരെ സമൃദ്ധി പ്രാപിച്ചു. തൻ്റെ പ്രജകളോടുള്ള മെനാൻഡറിൻ്റെ നീതി വളരെ പ്രസിദ്ധമായിരുന്നു. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി അതിൽ 5 മാർക്കിന് ഡിസ്കസ് ദ റിസൾട്ട്സ് ഓഫ് ഗ്രീക്ക് കോണ്ടാക്റ്റ്. ഗ്രീക്ക് ബന്ധത്തിൻ്റെ ഫലങ്ങൾ ചർച്ച ചെയ്യുക. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യൻ സ്ഥാപനങ്ങളിലെ ഗ്രീക്ക് ഭരണാധികാരികളുടെ സ്വാധീനം വളരെ ചർച്ചാ വിഷയമാണ്. രാമായണത്തിൻ്റെ പ്രധാന രചനയിൽ ഇലിയഡിൻ്റെ രചനയുമായിട്ട് സാമ്യമുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. സകല പോലുള്ള പ്രദേശങ്ങളിലെ ഗ്രീക്ക് നാടകങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഇന്ത്യൻ നാടകത്തിൽ ഗ്രീക്ക് സ്വാധീനം വ്യക്തമായ തെളിവുകളൊന്നും നൽകുന്നില്ല. തിരശ്ശീലയെ സൂചിപ്പിക്കുന്ന യവനിക എന്ന ഗ്രീക്ക് പദത്തോട് സാമ്യമുള്ളതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ജ്യോതിശാസ്ത്രം ഗ്രീക്കുകാരോടേറെ കടപ്പെട്ടിട്ടുണ്ട്. ഗാർഗി സംഹിത, അതുപോലെ റോമാക്ക് പൗളിസ സിദ്ധാന്തസ് തുടങ്ങിയ കൃതികൾ ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലെ ഗ്രീക്ക് സ്വാധീനത്തെ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിലെ നിരവധി ഗ്രീക്ക് പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. കലയിലും വാസ്തുവിദ്യയിലും ഇവരുടെ അതായത് ഗ്രീക്കുകാരുടെ സ്വാധീനം കാണാൻ കഴിയും. ഗാന്ധാര കല ഹെലനിസ്റ്റ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണ്. പിൽക്കാലത്ത് ഹെലനിക് ശൈലി ഇന്ത്യൻ രൂപങ്ങൾ ഉപയോഗിച്ച് പരിഷ്കരിച്ചിട്ടുണ്ട്. എന്നാലും പല ഇന്ത്യൻ സംസ്കാരങ്ങളിലും അവരുടെ ആചാരത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. കച്ചവടത്തിനും വാണിജ്യത്തിനും ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ള കാലഘട്ടം കൂടിയായിരുന്നു അത്. മെനാൻഡർ ബുദ്ധമതം സ്വീകരിച്ചു എന്നും അതിനുവേണ്ടിയുള്ള സംഭാവനകൾ നൽകി എന്നുള്ളതും അവരുടെ കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വിവരമാണ്. ഇന്ത്യക്കാരിൽ ഗ്രീക്ക് സ്വാധീനം ചെലുത്തുന്നത് നാണയ സമ്പ്രദായത്തിലാണ്. അവരുടെ വരവിന് മുമ്പ് പഞ്ചടയാളപ്പെടുത്തിയ നാണയങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഗ്രീക്ക് നാണയങ്ങളുടെ നിർമ്മാണം ശരിയായ രൂപത്തിൽ സ്റ്റാമ്പ് ചെയ്തുള്ള നാണയങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ത്യയിൽ. ഗ്രീക്ക് നാണയങ്ങൾക്ക് സമാനമായിട്ട് ഇന്ത്യക്കാരും ഇന്ത്യൻ ഇതിഹാസങ്ങൾ കൊത്തിയെടുക്കാനും നാണയങ്ങൾ ഗരോഷ്ടി ലിപി ഉപയോഗിക്കാനും തുടങ്ങിയത് ഗ്രീക്കുകാരുടെ ആഗമനത്തോടു കൂടിയിട്ടാണ് കേട്ടോ. ഇനി ഡിസ്കസ് ദ റോൾ ഓഫ് കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ റീകൺസ്ട്രക്ടിങ് ദ ഹിസ്റ്ററി ഓഫ് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ് ആൻഡ് പാർത്തിയൻസ്. ഇൻഡോ ഗ്രീക്കുകാർ, ഷാഗന്മാർ, പാർത്തിയന്മാർ എന്നിവരുടെ ചരിത്ര പുനർനിർമ്മിതിയിൽ നാണയങ്ങളുടെയും ലിഖിതങ്ങളുടെയും പങ്ക് ചർച്ച ചെയ്യുക എന്നാണ്. മൗര്യാനന്തര കാലഘട്ടത്തിലെ വിവിധ ഭരണ കുടുംബങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു പ്രാഥമിക ഉറവിടമാണ് നാണയങ്ങൾ. ഭരണാധികാരികളുടെ പേരുകൾ ആലേഖനം ചെയ്തുകൊണ്ടാണ് ഒന്നിലധികം നാണയങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ട്. ഗ്രീക്ക് ഇതിഹാസങ്ങളെ ചിത്രീകരിക്കുന്ന വെള്ളി, ചെമ്പ്, സ്വർണം, നിക്കൽ നാണയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ഗ്രീക്ക് വേദങ്ങളിൽ നിന്ന് ഉള്ള ചില കൊത്തുപണികൾ, ലിഖിതങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ള നാണയങ്ങളും ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കണ്ടെത്തിയ നാണയശേഖരങ്ങളുടെ ഒരു പ്രധാന ഭാഗം ഗ്രീക്കോ ബാക്ട്രിയയുടെയും ഇൻഡോ ഗ്രീക്കുകാരുടേതുമാണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗ്രീക്ക് നാണയങ്ങൾ അല്ലെങ്കിൽ വടക്കൻ കാബൂളിലും മധുരയിലും ആണ് മെനാൻഡറിൻ്റെ നാണയം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യൻ നാണയങ്ങളിലെ രാജകീയ ഛായാചിത്രങ്ങൾക്ക് പുറമെ മതചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നാണയങ്ങൾ അവയുടെ വ്യാപ്തിയും വ്യാപാര ബന്ധവും സൂചിപ്പിക്കുന്നുണ്ട്. സാഹിത്യപരവും നാണയപരവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശാക ഭരണാധികാരി ആയിരുന്ന മോഘ
ഭരണാധിയായിരുന്നത് മോഗയാണ് എന്നുള്ള സൂചന നമുക്കതിൽ നിന്നാണ് ലഭ്യമാകുന്നത്. രുദ്രദാമൻ ഒന്നാമൻ ആദ്യത്തെ നീണ്ട സംസ്കൃത ലിഖിതം പുറത്തിറക്കി. നാണയങ്ങളും ചില ലിഖിത തെളിവുകളും മാത്രമാണ് പാർത്ഥിയന്മാരെക്കുറിച്ച് വിവരം നൽകുന്നതായിട്ടുള്ളത്. പക്ഷേ ശാകന്മാരെക്കുറിച്ചും ഇൻഡോ ഗ്രീക്കുകാരെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് തെളിവുകൾ ഉണ്ട് കേട്ടോ. ലിഖിതങ്ങൾ മാത്രമല്ല, നാണയങ്ങളും അതിനപ്പുറത്തുള്ള ഒരുപാട് തെളിവുകൾ അവരെക്കുറിച്ച്. പക്ഷേ പാർത്ഥിയന്മാരെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഈ ലിഖിത തെളിവുകൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു വേറെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ദ ഗാന്ധാര ആൻഡ് മധുര ആർട്ട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കുഷാന. കുഷാനന്മാരുടെ ചരിത്രത്തിലെ ഗാന്ധാര മധുര കലകളുടെ പ്രാധാന്യം ചർച്ച ചെയ്യുക എന്നാണ്. നമുക്ക് കനിഷ്കൻ സാഹിത്യത്തിൻ്റെ വലിയ രക്ഷാധികാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. അശ്വഘോഷൻ, നാഗാർജുനൻ, വസുമിത്രൻ, ചരകൻ തുടങ്ങിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ബുദ്ധൻ്റെ ജീവചരിത്രം ചിത്രീകരിക്കുന്ന ബുദ്ധചരിതം എന്ന സംസ്കൃത കൃതിയും വജ്രസൂചി, സൗന്ദര്യാരാധന തുടങ്ങിയ ഗ്രന്ഥങ്ങളും അശ്വഘോഷൻ സംസ്കൃത ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് എഴുതിയിട്ടുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങളായ മഹാവസ്തു, ദിവ്യാധൻ തുടങ്ങിയ കൃതികളും അദ്ദേഹം രചിച്ചു. നാഗാർജുനൻ ഒരു ബുദ്ധമത പണ്ഡിതനും മധ്യമിക സൂത്ര, അതുപോലെ ശതശാസ്ത്ര, പ്രജ്ഞാപരിമിത തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. ചരക സംഹിത എന്ന ആയുർവേദ പ്രവർത്തനത്തിന് ചരകൻ പ്രശസ്തനാണ്. ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ കലകളുടെ സംയോജിത രൂപമാണ് ഗാന്ധാര കല. കുഷാന കാലഘട്ടത്തിൽ നവീകരിച്ച ഒരു കലാശൈലിയാണ് ഈ ഗാന്ധാരകല. ഗാന്ധാരകലയുടെ കേന്ദ്ര വിഷയം ബുദ്ധമതമാണ്. കൂടാതെ കുഷാന ഭരണാധികാരികൾ മധുരകല എന്നറിയപ്പെടുന്ന ശില്പങ്ങളുടെ നിർമ്മാണത്തെയും സംരക്ഷിച്ചിട്ടുണ്ട്. മധുരകലയുടെ വിഷയങ്ങളിൽ ബുദ്ധനും അതേപോലെ ജൈന മഹാവീരനും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഗാന്ധാരകലയിൽ ബുദ്ധമതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളത് മാത്രമാണെങ്കിൽ മധുരകല എന്ന് പറയുന്നതിൽ ബുദ്ധമതവും ജൈനമതവും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാശില്പങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഗീവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് രബാത്തക് ഇൻസ്ക്രിപ്ഷൻ. റബാത്തക് ലിഖിതത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുക. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. റബാത്തക് ഇൻസ്ക്രിപ്ഷൻ്റെ പ്രാധാന്യം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയ റബാത്തക് ലിഖിതം കുഷാന സാമ്രാജ്യത്തിൻ്റെ പ്രാദേശിക നിയന്ത്രണത്തിൻ്റെ വ്യാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത്. കനിഷ്കൻ്റെ കാലത്ത് അതാണ് എന്ന് കരുതുന്ന 23 വരികൾ ഉൾക്കൊള്ളുന്ന ഈ ലിഖിതം ബാക്ട്രിയൻ ഭാഷയിലും ഗ്രീക്ക് ലിപിയിലും എഴുതിയിട്ടുണ്ട്. ഇത് കനിഷ്കൻ്റെ രാജകീയതയും ദൈവതത്വവും ചിത്രീകരിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ രാജാവും ദേവപുത്രനുമായാണ് അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. കനിഷ്കൻ ഗ്രീക്ക് ഭാഷയ്ക്ക് മേൽ ബാക്ട്രിയൻ ഭാഷയുടെ ആധിപത്യം കൊണ്ടുവരുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. അതും ഈ ലിഖിതത്തിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. ദേവന്മാരുടെയും നാനാ ദേവതകളുടെയും പ്രതിമകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രം പോലെയുള്ള ഒരു ഘടന നിർമ്മിക്കാനുള്ള കനിഷ്കൻ്റെ കൽപ്പനയെ ഈ ലിഖിതത്തിൽ പരാമർശിക്കുന്നുണ്ട്. കനിഷ്കൻ ക്ഷേത്രത്തിലെ ദേവതകളെ ആരാധിക്കുകയും തൻ്റെ പ്രവേശന വർഷം ഒരു യുഗത്തിൻ്റെ തുടക്കമായിട്ട് കണക്കാക്കുകയും ചെയ്തിരുന്നതായിട്ട് റബാത്തക് ലിഖിതം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലിഖിതം കുഷാന വംശാവലിയെയും കനിഷ്കൻ്റെ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തിയെയും കുറിച്ചുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഉജ്ജയിനി, കൗശാംബി, സാകേത, കണ്ടിന്യ, പാടലിപുത്ര, ചമ്പ തുടങ്ങിയ അതുപോലെ പ്രദേശങ്ങൾ, അതിൽ കണ്ടിന്യ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തിയായിട്ടാണ്, കനിഷ്കൻ്റെ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കനിഷ്കൻ്റെ സാമ്രാജ്യം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു എന്ന് അവകാശപ്പെടുന്ന പ്രതിഭാവുകത്വം ഈ ലിഖിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത്രയും വിശാലമായ പ്രതിഭാവുകത്വം എന്ന് പറഞ്ഞാൽ അതിനൊരു അത്രത്തോളം വിശാലമാണെന്ന് പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കുന്ന അവസ്ഥയില്ലേ, അതിനാണ് പ്രതിഭാവുകത്വം എന്ന് പറയുക കേട്ടോ. ഇനി ഒരു എസ്സേ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ കനിഷ്കാസ് കോൺട്രിബ്യൂഷൻസ്. കനിഷ്കൻ്റെ സംഭാവനകൾ വിശദമാക്കുക. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ആണ്. അതാണ് ഞാൻ ഈ ബ്ലോക്കിലേക്ക് ചാടാൻ തന്നെ കാരണം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയ റബാത്തക് ലിഖിതം കുഷാന സാമ്രാജ്യത്തിൻ്റെ പ്രാദേശിക നിയന്ത്രണത്തിൻ്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. കനിഷ്കൻ്റെ കാലത്തേതെന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞിട്ട് റബാത്തക് ലിഖിതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നീട്, അതായത് അതൊക്കെ തന്നെയാണ് എസ്സേയിൽ ചേർക്കേണ്ട സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കനിഷ്കൻ്റെ സാമ്രാജ്യം ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു പറഞ്ഞില്ലേ, അതുവരെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് കനിഷ്കൻ സാഹിത്യത്തിൻ്റെ വലിയ രക്ഷാധികാരിയായിട്ട് അറിയപ്പെട്ടു. അശ്വഘോഷൻ, നാഗാർജുനൻ, വസുമിത്രൻ തുടങ്ങിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ബുദ്ധൻ്റെ ജീവചരിത്രം ചിത്രീകരിക്കുന്ന ബുദ്ധചരിതം എന്ന സംസ്കൃത കൃതിയും വജ്രസൂചി, സൗന്ദര്യ ആരാധന തുടങ്ങിയ ഗ്രന്ഥങ്ങളും അശ്വഘോഷൻ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങളായ മഹാവസ്തു, ദിവ്യവദൻ തുടങ്ങിയ കൃതികളും അദ്ദേഹം രചിച്ചു. നാഗാർജുനൻ ഒരു ബുദ്ധമത പണ്ഡിതനും മധ്യമിക സൂത്ര, അതുപോലെ ശതശാസ്ത്ര, പ്രജ്ഞാപരമിത
എന്നിവയുടെ രചയിതാവുമാണ്. ചരക സംഹിത എന്ന ആയുർവേദ പ്രവർത്തനത്തിന് ചരകൻ പ്രശസ്തനാണ്. കനിഷ്കൻ തൻ്റെ ഭരണകാലത്ത് ഒരു ബുദ്ധമത സമ്മേളനം നടത്തിയതിനാൽ ബുദ്ധമതത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തെ അറിയപ്പെട്ടു. അദ്ദേഹം ബുദ്ധമത പണ്ഡിതന്മാരായ അശ്വഘോഷനെയും വസുമിത്രനെയും പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ നാണയങ്ങളിൽ ബുദ്ധൻ, ശിവൻ, ഗ്രീക്ക് ദേവതകൾ, പേർഷ്യൻ ദൈവങ്ങൾ എന്നിവരുടെ രൂപങ്ങൾ ചിത്രീകരിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയുടെ തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. ബുദ്ധൻ്റെ ജീവചരിത്രം ചിത്രീകരിക്കുന്ന ബുദ്ധചരിതം എന്ന സംസ്കൃത കൃതിയുടെ രചയിതാവായ അശ്വഘോഷൻ കനിഷ്കൻ്റെ കൊട്ടാരത്തിലായിരുന്നു. ബുദ്ധമതം കേന്ദ്രമായ ഗാന്ധാര കലയെയും കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ആൻസറുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ആ 2 ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെറുതായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യെസ് എഴുതാൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ കൂട്ടിച്ചേർക്കുന്നതാണ് പല എസ്സേകളും ഇതിൽ ചോദിക്കണതുള്ളത് കാണാനുള്ളത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് ഈ ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ഹൗ ന്യൂമിസ്മാറ്റിക്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷണൽ സോഴ്സസ് ഹെൽപ്ഡ് ടു റീകൺസ്ട്രക്ട് ദ ശതവാഹന ഹിസ്റ്ററി. ശതവാഹനയുടെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിൽ നാണയശാസ്ത്ര പഠനവും ലിഖിത സ്രോതസ്സുകളും എങ്ങനെ സഹായകമായി എന്ന് ചർച്ച ചെയ്യുക എന്നാണ് ആൻസർ. പുരാണങ്ങൾ ശതവാഹന കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ ഒരു പട്ടിക തന്നെ നൽകുന്നുണ്ട്. പുരാണങ്ങളിൽ അവരെ ആന്ധ്രക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മത്സ്യ ബ്രഹ്മപുരാണങ്ങൾ ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ 460 വർഷം ഭരിച്ച 30 രാജാക്കന്മാരെ പരാമർശിക്കുന്നുണ്ട്. വായുപുരാണത്തിൽ 17 രാജാക്കന്മാരെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അവർ 300 വർഷം ഭരിച്ചു എന്നും അതിൽ പറയുന്നുണ്ട്. ആന്ധ്ര ശതവാഹന ബന്ധം ആന്ധ്രാപ്രദേശിലെ കോട്ടലിംഗാല, സംഗറെഡ്ഡി, കരീംനഗർ ജില്ലയിലെ ചില സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെടുത്ത നാണയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. നാണയഘട്ടിലെയും നാസിക്കിലെയും ഗുഹകളിൽ നിന്നുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് ശതവാഹനരുടെ ആദ്യകാലം പടിഞ്ഞാറൻ ഡെക്കാനിലായിരുന്നു എന്നാണ്. നാണയഘട്ട് ഗുഹാലിഖിതങ്ങളിൽ ശതകർണി ഒന്നാമൻ നടത്തിയ വൈദിക യാഗങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ നിയമസാധുത സ്ഥാപിക്കുന്നതിൽ അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇത്രയാണതിൽ. ഇനി അടുത്ത റൈറ്റ് എ നോട്ട് ഓൺ ശതവാഹന പൊളിറ്റി. ശതവാഹനരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതുക എന്നാണ്. ശതവാഹന സാമ്രാജ്യം അഹാരസ് എന്ന ഭരണപരമായ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സാമ്രാജ്യത്തിലെ വിവിധ ഉദ്യോഗസ്ഥർ, അമാത്യന്മാർ അല്ലെങ്കിൽ മഹാമാത്രകൾ, അതുപോലെ മഹാസേനാപതികൾ, എഴുത്തുകാർ, റെക്കോർഡ് സൂക്ഷിപ്പുകാർ എന്നിവരാണ്. ഗ്രാമഭരണം ഗ്രാമികരെ ഏൽപ്പിച്ചു. കാലാൾ പടയും കുതിരപ്പടകളുടെയും ആനകളും അടങ്ങുന്ന സൈന്യത്തിൻ്റെ കമാൻഡറായിരുന്നു മഹാസേനാപതി. കാർഷിക മേഖല, കരകൗശല വസ്തുക്കളിൽ നിന്നുള്ള നികുതി പിരിവ്, ഉൽപ്പാദനങ്ങൾ എന്നിവയിലൂടെ ഇവർ സാമ്രാജ്യത്തിന് വരുമാന ആവശ്യം നിറവേറ്റിയിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ശതവാഹനർ ഭൂമിയുടെ രാജകീയ ദാനത്തിന് പേര് കേട്ടവരായിരുന്നു എന്നും ലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ പാറ തുരന്നുള്ള ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ലിഖിത സ്രോതസ്സുകളിൽ ഭരണാധികാരികൾ നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്നു. അശ്വമേധം പോലെയുള്ള വൈദിക യാഗങ്ങൾ പുരോഹിതന്മാർക്ക് ഗ്രാമങ്ങളിൽ ദക്ഷിണയായിട്ട് അർപ്പിക്കാറുണ്ട്. നാണയഘട്ട് ലിഖിതത്തിൽ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മറ്റൊരു ഗുഹാലിഖിതത്തിൽ 16 ഗ്രാമങ്ങൾ ദേവന്മാർക്കും ബ്രാഹ്മണർക്കും സമർപ്പിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ബുദ്ധ ഭിക്ഷുക്കളുടെ ദാതാക്കളായിട്ട് ശതവാഹനർക്ക് മുമ്പുള്ള പ്രാദേശിക ഭരണാധികാരികളെ കണക്കാക്കപ്പെട്ടിരുന്നു. രേഖാമൂലമുള്ള തെളിവുകൾ സൂചിപ്പിക്കുന്നത് ദാനമായ ഭൂമിയോ വയലോ ചില പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ്. കാരണം അത് രാജകീയ സൈനികരും ഉദ്യോഗസ്ഥരും അതിൽ ഇടപെടരുത് എന്നുള്ളൊരു, അതായത് ഉപ്പ് കഴിക്കുന്നത് ഉൾപ്പെടെ ഒരു തരത്തിലും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ അത്രത്തോളം ആ ഗ്രാമങ്ങളെ പരിപാലിക്കണം എന്നുള്ളൊരു സൂചനയാണ് അതിലൂടെ നൽകുന്നത്. ഇനി റൈറ്റ് എ നോട്ട് ഓൺ നാണയഘട്ട് കേവ് ഇൻസ്ക്രിപ്ഷൻ. നാണയഘട്ട് ഗുഹാലിഖിതത്തെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക എന്നാണ്. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ നാണയഘട്ടിൽ ബ്രഹ്മി ലിപിയിൽ പേരുകൾ ആലേഖനം ചെയ്ത 8 ശില്പങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശതകർണി, സിമുക, രാജ്ഞിമാരായ സിരിമതോ ദേവി, നയനിക, ബയാല, ഹഗശ്രീ, ശതവാഹന, തൃണകൈര എന്നീ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജകുമാരന്മാരുടെ പേരുകളാണ് അതിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ഈ പേരുകളൊന്നും എഴുതാൻ കിട്ടില്ല, നിങ്ങൾ എണ്ണം മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഈ ലിഖിതത്തിൻ്റെ മിക്ക ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നയനിക എന്ന് തിരിച്ചറിഞ്ഞ രാജ്ഞിയുടെ ജീവിതവും അവളുടെ വിശ്വാസവും അവർ പങ്കെടുത്ത അശ്വമേധ യാഗങ്ങളും അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ രാജ്ഞിയുടെ പേര്
പരാമർശിക്കുന്ന ലിഖിതത്തിൻ്റെ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നാണയകെട്ട് ഗുഹയിലെ രാജ്ഞിക്ക് ഊന്നൽ നൽകുന്നത് രാജ്യത്ത് അവരുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മീനാക്ഷി വാദിക്കുന്നു. സമീപകാലത്ത് ശതകർമ്മയുടെയും നാഗനികയുടെയും പേരുകളുള്ള ഒരു വെള്ളി നാണയം നാണയകെട്ടിന് സമീപമുള്ള ചൂന്നാർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു രാജ്ഞിയുടെ പ്രശസ്തിയെ സൂചിപ്പിക്കുന്ന ഒരു ലിഖിതം കൂടിയായിരുന്നു ഏത് നാണയകെട്ട് ലിഖിതം എന്ന് പറയുന്നു. അപ്പോൾ ഗുഹ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പ്രാധാന്യം, അതേപോലെ നാണയകെട്ട് എന്താ പറയുക ശില്പത്തെ അല്ലെങ്കിൽ ഗുഹാലിഖിതത്തെക്കുറിച്ചുള്ള പരാമർശമാണ് അതിൽ പ്രധാനം കേട്ടോ. ഇനി ഇതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നിർത്താം. എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് മഹായാന ബുദ്ധിസം. മഹായാന ബുദ്ധമതത്തിൻ്റെ ഉത്ഭവം വിവരിക്കുക എന്നാണ്. മഹായാന ബുദ്ധമതം BC 200-നും 300-നും ഇടയിൽ ആന്ധ്രാപ്രദേശിലാണ് ഉയർന്നു വന്നത്. മഹായാന എന്നതിൻ്റെ അർത്ഥം വലിയ വാഹനം എന്നാണ്. മഹായാന ബുദ്ധമതം മഹാസംഘിക ചിന്താധാരയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ചില ബുദ്ധമതക്കാർ കരുതുന്നത് ബുദ്ധൻ്റെ യഥാർത്ഥ തത്വങ്ങൾ പിന്തുടർന്നവരാണ് മഹായാനക്കാർ എന്നാണ്. അവർ പറയുന്നത് മഹായാനക്കാർ ആ തത്വങ്ങൾക്ക് പിന്നീട് ചില വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്തു എന്നാണ്. മഹായാന ബുദ്ധമതം ശ്രീലങ്ക, മ്യാൻമർ, കിഴക്കൻ ഏഷ്യയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. മഹായാന ബുദ്ധമതം മധ്യേഷ്യയിലും കിഴക്കൻ ഏഷ്യയിലും കൂടുതൽ കേന്ദ്രീകരിച്ചു. നാഗാർജുനയെ പോലുള്ള ബുദ്ധമത ചിന്തകരെ മഹായാന തത്വങ്ങൾ ഏറെ സ്വാധീനിച്ചു. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ചിന്തകനാണ്. നാഗാർജുന. ശൂന്യതയുടെ തത്വം സ്വീകരിച്ച നാഗാർജുന ചുറ്റുപാടുകളെ മിഥ്യയായി കണക്കാക്കി. ശൂന്യത എന്നത് ഒരു ബുദ്ധമതക്കാരൻ നേടിയെടുക്കാൻ ആഗ്രഹിച്ച നിർവാണ നേട്ടമായിരുന്നു. മഹായാന ബുദ്ധമതം ബോധിസത്വൻ്റെ ബിംബം ആരാധിക്കുന്നതിന് മുൻഗണന നൽകിയപ്പോൾ ഹീനയാനക്കാർ ബിംബാരാധന നിരോധിച്ചു. മഹായാന തുടക്കത്തിൽ ഒരു വിഭാഗീയ പ്രസ്ഥാനമായിരുന്നു എന്നും അല്ലെങ്കിൽ അത് സംഘത്തിൽ സമൂലമായ ഭിന്നത സൃഷ്ടിച്ചിട്ടില്ല എന്നും ഉപീന്ദർ സിംഗ് എന്ന ചരിത്രകാരൻ വാദിക്കുന്നു. പല മഹായാന ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഡിസ്കസ് ദ 2 ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസ്റ്റ് സ്കൂൾസ്. 2 പ്രധാന ബുദ്ധ ചിന്താധാരകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. 2 പ്രമുഖ ബുദ്ധമത പാഠശാലകളായ മധ്യമക, യാഗാചാര എന്നിവയുടെ ഗ്രന്ഥങ്ങൾ മഹായാന തത്വചിന്തയെ പ്രതിനിധീകരിക്കുന്നു. മാധ്യമക ചിന്താധാരയുടെ സ്ഥാപകനായ നാഗാർജുന മൂലമാധ്യമക കാരിക 2-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചു. ശൂന്യത എന്ന ആശയമാണ് കൃതിയുടെ കേന്ദ്ര വിഷയങ്ങളിൽ ഒന്ന്. അഭിധർമ്മ ഗ്രന്ഥങ്ങൾ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെയും ദ്രവ്യത്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളായിട്ട് ധർമ്മങ്ങളെ അതിൽ പരാമർശിച്ചു. ആര്യദേവൻ, ബുദ്ധ പാലിത, അതുപോലെ ഭവ വിവേക, ചന്ദ്രകീർത്തി, ശാന്തിദേവൻ എന്നിവരായിരുന്നു പിൽക്കാലത്തെ ചില മാധ്യമ ചിന്താധാരകളിലെ ചിന്തകർ. അതിലൊരു 2 പേരെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. സൂത്രഗ്രന്ഥങ്ങൾ, അതുപോലെ സന്ധി നിർവചനം, ലങ്കാവതാരം എന്നിവ യോഗാചാര ചിന്താധാരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പരമമായ ലക്ഷ്യം നേടാൻ ധ്യാനം നിർവഹിക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ യോഗാചാര ചിന്താധാരക്കാർ നിർദ്ദേശിക്കുന്നത്. നേരത്തെയുള്ള ബുദ്ധമത വീക്ഷണം 6 തരം ബോധങ്ങളെ പരാമർശിച്ചപ്പോൾ യോഗാചാരം 2 തലങ്ങൾ വ്യക്തതയും അറിവും നേടുന്നുണ്ട്. അതായത് അത് മതി എന്നുള്ള ചിന്താഗതിക്കാരാണ്. മൈത്രയാനാഥ എന്ന സന്യാസിയാണ് യോഗാചാര ചിന്താധാര സ്ഥാപിച്ചത് എന്ന് കരുതപ്പെടുന്നു. അസംഗവും അതുപോലെ വസുബന്ധുവും 4-ാമത്തെ നൂറ്റാണ്ടിലും 6-ാമത്തെ നൂറ്റാണ്ടിലും സ്ഥിരമതിയും 7-ാം നൂറ്റാണ്ടിലെ ധർമ്മകീർത്തിയും യോഗാചാര പാഠശാലയുടെ പ്രമുഖ വക്താക്കളാണ്. അതായത് ഇതിന് വിവിധ നൂറ്റാണ്ടുകളിൽ വിവിധ നേതാക്കന്മാർ ലഭ്യമായിട്ടുള്ള ഒരു ബുദ്ധ ചിന്താധാരയാണ് യോഗാചാര എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഇനിയൊരു ക്ലാസ് ആയിട്ട് തരാനില്ല. ഇനി നോട്ട് നിങ്ങൾ എല്ലാതും കൂടി ഇപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം വരുന്ന ചില ബ്ലോക്കുകൾ വാങ്ങിയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ്.